ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇപ്പം നിഫ്റ്റി ഡബിൾ സെഞ്ചുറി അടിച്ചിരിക്കുക 214 പോയിന്റ്. അതുപോലെ ബാങ്ക് നിഫ്റ്റി 649 പോയിന്റ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഇന്നലെ വാങ്ങിച്ച കൂട്ടർക്ക് ഇന്ന് വല്ല കാര്യമുള്ളൂ, അല്ലാണ്ട് ഇന്ന് രാവിലെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇന്നലെ മാർക്കറ്റ് കുറഞ്ഞ സമയത്ത് റിസ്ക് എടുത്ത കൂട്ടർക്ക് ഇന്ന് മാർക്കറ്റ് റിവാർഡ് ചെയ്തിട്ടുള്ളൂ. ആ മാർക്കറ്റ് ഇപ്പോൾ അങ്ങനെയാണ്. അല്ലാണ്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾ നോക്കുന്ന സമയത്ത് 200-300 പോയിന്റ് അപ്പ് ചെയ്തിട്ട് ഇഫ് യു വാണ്ട് ടു ബൈ യു ആർ ടേക്കിംഗ് മോർ റിസ്ക് ഓൾസോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ ചില സ്റ്റോക്കുകളുണ്ട്. ട്രെൻറ്റ്, JSW സ്റ്റീൽ, സിമാൻസ്, അതുപോലെ ഈ മണപ്പുറ ഫൈനാൻസ്, ഇതൊക്കെ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കുകളായിരുന്നു. ഇന്ന് എനിക്കത് കാണുന്ന സ്റ്റോക്കുകൾ BSE, ഭാരത് ഇലക്ട്രോണിക്സ്, SBI കാർഡ്സ്, ഇതൊക്കെ ഇന്ന് കുറച്ച് നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഗ്രസീം നല്ല റിമൂവ് ചെയ്തിന്. അതുപോലെ ഫൈനാൻഷ്യൽ സ്റ്റോക്സ് ലൈക്ക് ശ്രീറാം ഫൈനാൻസ്, ഇതുപോലത്തെ സ്റ്റോക്കുകളൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വെച്ചാൽ നമ്മളൊരു ഏത് പ്രോഡക്റ്റ്സ് ആയാലും എന്ത് വാങ്ങുമ്പോൾ മാർക്കറ്റിൽ ഇഫ് യു ബൈ സ്റ്റോക്ക് ഓർ എ സോക്സ്, ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു ബൈ, ഇറ്റ് ഈസ് വാട്ട് യു പേ ഫോർ ഇറ്റ്. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ഡോണ്ട് നോ ദ ഡിഫറൻസ് യു ആർ ഇൻ എ റോങ് ബിസിനസ്. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റായാലും ശരി, നിങ്ങൾ സ്റ്റോക്സ് വാങ്ങിച്ചാലും ശരി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നിപ്പോൾ ഈ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ യു ഹാവ് ടു സെലക്ട് ഗുഡ് ഹോഴ്സസ്. കാരണം വെച്ചാൽ ഗുഡ് ജോക്കീസ് വിൽ ഡു വെൽ ഓൺ ഗുഡ് ഹോഴ്സസ്. സോ നല്ല ഹൗസ് ലൈക്ക് കമ്പനീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കും. പിന്നെ ഈ ട്രംപിൻ്റെ ടാരിഫും ഇതൊക്കെയെന്ന് വെച്ചാൽ 1-2 മാസം നിൽക്കും. കാരണം ഇത് വേൾഡ് കാനോട്ട് ഗോ ലൈക്ക് ദിസ്. അപ്പോൾ ഇതെന്തായാലും ട്രംപ് ഈ മറ്റുള്ള കൺട്രീസായിട്ട് റീനെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടത്. കാരണം ഹി ഓൾസോ നോസ് ദ ഡിഫിക്കൽട്ടി. പക്ഷേ അയാളൊരു ബുള്ളി ചെയ്ത് നോക്കിയാൽ മറ്റുള്ള കൺട്രീസ്. പക്ഷേ ചൈനയിൽ നിന്ന് അതിന് ശരിക്കും റിട്ടാലിയേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ചൈന പറയുന്നത് നമ്മളെടുക്കുക ഈ ബുള്ളിയും കൊണ്ടെങ്കിൽ വരേണ്ട, നമ്മളതിന് ഡബിളായിട്ട് നിങ്ങൾ അങ്ങോട്ട് റെസിപ്രോക്കൽ ടാരിഫ് ചെയ്യുന്നു. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആയാലും ജർമ്മനി ആയാലും കാനഡ ആയാലും ഇതൊക്കെയെന്ന് വെച്ചാൽ വളരെ എക്സസ് പ്രൊഡക്ഷനാണ്. ഇപ്പോൾ ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്ററിനെ അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്തിട്ട് അയാളെ ട്രംപിനെ കാണാൻ പോകുന്നത്. കാരണം ജപ്പാൻ്റെ ഹോണ്ടയും ടൊയോട്ടയും, ജപ്പാൻ ഈസ് എ വെരി സ്മോൾ മാർക്കറ്റ്. ജപ്പാൻ്റെ 90% എക്സ്പോർട്ട് മാർക്കറ്റ്. നിസാനും അമേരിക്കൻ മാർക്കറ്റിൽ അത് വിൽക്കുന്നത് മോസ്റ്റ്ലി. അപ്പോൾ അമേരിക്കയിൽ അവർക്ക് വിൽക്കാൻ പറ്റില്ല വലിയ പ്രോബ്ലം. പക്ഷേ ഇന്ത്യൻ്റെ കേസ് അങ്ങനെയല്ല. ഇന്ത്യക്ക് അങ്ങനെ ഒരു വലിയ പ്രോബ്ലം ഇല്ല, ഇന്ത്യക്കും ചൈനക്കും. കാരണം ഇവിടെ ഇപ്പോൾ 240 കോടി ജനങ്ങളുണ്ട്. ഇവിടെ തിന്നാനും കുടിക്കാനും ആൾക്കാർക്ക് പകുതിയാക്കില്ല. അപ്പോൾ കാറ് ഇതെല്ലാം ഇഷ്ടംപോലെ വിൽക്കാനുണ്ട്. കാരണം വേറെ കാര്യം വെച്ചാൽ ഇന്ത്യനെ സംബന്ധിച്ചോളം വളരെ കുറച്ച് ടാരിഫേ അമേരിക്ക അതിൻ്റെ കൂടെ ചാർജ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഇന്ത്യൻ്റെ ഈ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് അതൊന്നും പോയിട്ട് വേറെ രാജ്യത്തൊന്നും അങ്ങനെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ അതൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിഫിക്കൽട്ട് ടൈംസ് കുറച്ചുള്ളൂ. പക്ഷേ ദിസ് ഈസ് എ ടൈം യു ക്യാൻ ചൂസ് ഗുഡ് സ്റ്റോക്സ്. നല്ല കമ്പനീസ് നല്ല പ്രൈസിനൊക്കെ അവൈലബിൾ ആണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞ ഈ IT സ്റ്റോക്സ് തന്നെ നല്ല സ്റ്റോക്സ്, ഇൻഫോസിസ് ഒക്കെ നല്ല ബൈങ് സോണുകൾ. സോ ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു സേ. ടൈം ഈസ് ദ ഫ്രണ്ട് ഓഫ് എ വണ്ടർഫുൾ ബിസിനസ്, ദ എനിമി ഓഫ് ദ മീഡിയോക്കർ എന്ന് വാറൻ ബഫറ്റ് പറഞ്ഞു. സോ അതുപോലെ ടൈം വേണം, കുറച്ച് സമയത്ത് ഹോൾഡ് ചെയ്യാൻ നോക്കണം. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ പ്ലീസ്.